Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Good Miss. afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, we can start. Who is ready with prayer? मैं ഞാൻ ചെയ്യാം. तुम ही हो माता पिता, तुम ही हो बंधु सखा, तुम ही हो माता पिता, तुम ही हो बंधु सखा, तुम ही हो साथी, तुम ही सहारे, कोई न अपना सिवा तुम्हारे. तुम ही हो साथी, तुम ही सहारे, कोई न अपना सिवा तुम्हारे. तुम ही हो नैया, तुम ही खिवैया, जो खिल सके ना वो फूल हम है. तुम्हारी चरणों की धूल हम है, दया की दृष्टि सदा ही रखना. तुम ही हो बंधु सखा, तुम ही हो दृष्टि सदा ही रखना. तुम ही हो माता पिता, तुम ही हो. Good afternoon, ma'am. Good afternoon, everyone. Good afternoon, Deepika. Essay sign in ചെയ്യട്ടെ. Yeah, yes, please. Education is the most powerful weapon which you can use to change the world. Sign in by Ranjini. Thank you, ma'am. Ma'am, thought of the day ചെയ്യട്ടെ. Yes, please. മിസ് ഇന്ന് തോട്ട് ഓഫ് ദ ഡേയില് ഞാനൊരു ചെറിയൊരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ക്യാൻ ഐ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഐ എം മായ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ബി പോസിറ്റീവ് എവ്രി ടൈം. അതായത് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക. അപ്പോൾ ഇതിനൊരു ചെറിയ സ്റ്റോറിയിലൂടെ ഞാൻ അത് നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല, എന്തായാലും പറയാം. അതായത് ഒരു ക്ലാസ്സിൽ ഒരു ദിവസം അധ്യാപകൻ വന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, ബി റെഡി ഫോർ എ ടെസ്റ്റ് പേപ്പർ. അപ്പോൾ തലേ ദിവസം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ടെസ്റ്റ് പേപ്പർ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ കുട്ടികളാകെ ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉണ്ടോ എന്നൊരു സംശയത്തിൽ നിന്നു. അപ്പോൾ ആ സാറ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും, നിങ്ങൾ അതിന് ആൻസർ ചെയ്യുക, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന്. ഓക്കെ, അപ്പം കുട്ടികൾക്ക് ആ അധ്യാപകൻ ഒരു ഷീറ്റ് കൊടുത്തു. അതായത് ഒരു A4 ഷീറ്റാന്ന് വിചാരിക്കാം. അതിൻ്റെ നടുക്ക് ഒരു ബ്ലാക്ക് ഡോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് കുട്ടികളുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. ഇതെന്താ ഇങ്ങനെ ഒരു ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ? ഇതെന്തത് ക്വസ്റ്റ്യൻ പേപ്പർ? ഇതിനിപ്പോ എന്താ എഴുതാനിരിക്കുന്നത്? ഒരു പേപ്പർ, അതിന്റെ നടുക്ക് ഒരു സ്പോട്ട്, ഇതിനിപ്പോ എന്തിപ്പോ എഴുതാനിരിക്കുന്നേ എന്നൊക്കെ കുട്ടികൾ പരസ്പരം ഇങ്ങനെ വിചാരിച്ചു. അപ്പം അധ്യാപകൻ പറഞ്ഞു, സാറ് പറഞ്ഞു, നിങ്ങൾ ആൻസർ ചെയ്യാം, ഞാൻ തന്ന ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ അതിന് ആൻസർ ചെയ്തേ പറ്റൂ. അപ്പൊ കുട്ടികളൊക്കെ എന്ത് ചെയ്തു? വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവർ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും ആൻസർ ചെയ്തു. അവർ ചെയ്ത് എല്ലാവരും ആ ബ്ലാക്ക് സ്പോട്ടിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആൻസർ ചെയ്ത്. അതായത് പേപ്പറിന്റെ നടുക്ക് നിങ്ങൾ ബ്ലാക്ക് സ്പോട്ട് കണ്ടു, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഭാവനയിൽ വന്ന കാര്യങ്ങളൊക്കെ എഴുതി. അപ്പം ഇത് അധ്യാപകൻ പേപ്പറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പം സാർ നോക്കി കഴിഞ്ഞപ്പം എല്ലാവരും ആ ബ്ലാക്ക് സ്പോട്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് ആൻസർ എഴുതിയിട്ടുണ്ട്. അപ്പം സാറ് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇപ്പൊ അതിനകത്ത് ഒരു ബ്ലാക്ക് സ്പോട്ടാണ് ഞാൻ തന്നത്.
അപ്പം നിങ്ങൾ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത്? ആ ബ്ലാക്ക് സ്പോട്ടിൽ മാത്രം, കുഞ്ഞു ചെറിയ ഇതായിട്ടുള്ള ആ ബ്ലാക്ക് സ്പോട്ടിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത്. പക്ഷെ ആ പേപ്പറിൽ മൊത്തം വൈറ്റ് ആയിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആരും ആ കാര്യം ശ്രദ്ധിച്ചില്ല. അപ്പൊ അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവായിരിക്കും ഒരുപാട് ചാൻസസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ചെറിയ, അതായത് ആ ഡാർക്ക് സ്പോട്ട് പോലെ നമ്മളെപ്പോഴും പ്രോബ്ലംസ് ആണ്. നമുക്ക് പൈസ ഇല്ല, നമുക്ക് സന്തോഷമില്ല, നമുക്ക് ജോലിയില്ല, അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും തോട്ട് ഓഫ് ദ ഡേയിൽ ബുദ്ധ കോട്സ് ഒക്കെ പറയുന്നു, വാട്ട് യു തിങ്ക് യു ബിക്കം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യും. അപ്പൊ അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല ആ വൈറ്റ് പേപ്പറിന്റെ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്തത് എന്താണ്, ആ ഡാർക്ക് സ്പോട്ടിനെ മാത്രമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊണ്ട് ഞാൻ ഇന്ന് പറയട്ടെ മാം. ഇന്ന് എൻ്റെ അനുഭവമാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് ഭയങ്കര കണ്ണിന് ഭയങ്കര എന്താ പറയാ, എനിക്ക് മാഡമൊക്കെ ഇപ്പൊ വായിക്കാനൊക്കെ പറയുമ്പോൾ എനിക്ക് വായിക്കാനൊന്നും പറ്റുന്നില്ല. മാഡം വായിക്കാൻ എനിക്ക് കണ്ണിന് ഭയങ്കര പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു ബ്ലറായി പോകുന്ന പോലെ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പം കാഴ്ച കുറവാണ്, ഇപ്പൊ ഒരു ഗ്ലാസ് വെക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് കേട്ടിട്ട് ഇങ്ങ് വന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ക്ലാസ് വെക്കണ്ട. ഞാനിങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഞാൻ ഫുള്ളി എനിക്ക് കാഴ്ചശക്തിയുള്ള ഒരാളാണ്. ഞാനിങ്ങനെ പോസിറ്റീവായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്തായാലും പറഞ്ഞല്ലേ, ഇന്ന് പോയിട്ട് എന്തായാലും ഗ്ലാസ് വാങ്ങിക്കാന്ന് വെച്ചിരുന്ന അവിടെ ചെന്ന് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പവർ ഒന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ വെക്കണോ, ക്ലാസ് വെക്കേണ്ട കാര്യമില്ല, ഇനി വേണമെങ്കിൽ ഒരു റീഡിങ് ക്ലാസ് തരാമെന്ന് പറഞ്ഞിട്ടു. അപ്പൊ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്. ഇന്ന് ഞാനത് പോയിട്ട് ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ കണ്ണു കഴിഞ്ഞിപ്പോൾ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ വിചാരിച്ചിരുന്നതുകൊണ്ട് എന്തെങ്കിലും ഞാൻ ഉറപ്പായിട്ട് എന്നാൽ ക്ലാസ് വെച്ച് സ്ഥിരമായിട്ട് വെക്കേണ്ടി വന്നേനെ. അപ്പൊ ഇന്ന് പോയിട്ട് വെക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിന്റെ ഇതിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അതാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ പൂർണ്ണമായിട്ട് ആരോഗ്യത്തിലാണെന്ന് വിചാരിച്ചാൽ അത് നമ്മൾ അങ്ങനെയാണ്. ഓക്കെ മാം, താങ്ക് യു എവരി വൺ. താങ്ക് യു മാം, താങ്ക് യു ഓൾ. ഓക്കെ മാം. It was very thought-provoking and good message. Okay, very good. Okay, anything else? Okay, so where were we? Somebody else. Yes. പാർട്ട് 3 തന്നെയാണോ, അത് കഴിഞ്ഞോ? Unit 4 self construction. അതില് അബ്സോർബന്റ് മൈൻഡ് തൊട്ട് എടുക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ സെൽഫ് കൺസ്ട്രക്ഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അല്ലെ, സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബൻ മൈൻഡ്. സെൻസിറ്റിവിറ്റി, കുട്ടികൾ ഓരോന്നിനോടും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അബ്സോർബൻ മൈൻഡ് അവരെന്തും അവരുടെ ചുറ്റും സറൗണ്ടിങ്സിൽ എന്ത് നടക്കണോ അതെല്ലാം അവര് അബ്സോർബ് ചെയ്യും, അവർ ഉള്ളിലേക്ക് എടുക്കും അല്ലെ. ചെറിയ പ്രായത്തില് ആകാശത്ത് മൂണിനെ കാണുമ്പോൾ, അപ്പിളിമാവനെ കാണുമ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് തരാന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങ് വിശ്വസിക്കും. പക്ഷെ
ആഫ്റ്റർ ഒരു ഏജ് ഒക്കെ കഴിയുമ്പോഴേക്കും, ഒരു 6 years ഒക്കെ ആകുമ്പോഴേക്കും ദേ നോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് റിയൽ, അതങ്ങനെ പിടിച്ചുകൊണ്ട് വരാൻ പറ്റുന്നതൊന്നല്ല, അങ്ങനെയൊക്കെ മനസ്സിലാവും. അപ്പൊ ആ ഒരു ടൈം ആവുമ്പോൾ ഈ സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും പതുക്കെ വഴി മാറും. അത് മാറിയിട്ട് അതിന് പകരം വേറെ പല ക്യാരക്ടറിസ്റ്റിക്സും വരും. ഓക്കെ, സോ നമ്മൾ അബ്സോർബൻ മൈൻഡിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞു 0 to 3 years ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും കുട്ടികൾക്ക്. ലൈക്ക് അവർക്ക് ആ സമയത്ത് സംഭവിച്ച പല കാര്യങ്ങളും പിന്നീട് അവർക്ക് ഓർമ്മയുണ്ടാകില്ല. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ആ സമയത്ത് സംഭവിച്ചത് അവരിൽ ഇമ്പാക്ട് ഉണ്ടാകില്ല എന്നുള്ളതല്ല. അതിങ്ങനെ അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റേറ്റിൽ ഇങ്ങനെ ഇംപ്രഷൻസ് ആയിട്ട് കിടക്കും. അത് പലപ്പോഴും പല ട്രോമകളാകും. ചില പേടികളൊക്കെ വരുന്നത് കുട്ടികളിൽ ചെറുപ്പം തുടങ്ങി എന്തിനോടെങ്കിലും ഒരു പേടിയുള്ളത് വലുതാവുമ്പോഴും ആ ഒരു ട്രോമ ഉള്ളത് കാരണം ആ ഒരു പേടി ഇങ്ങനെ നിൽക്കും അല്ലെ. അതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. നമ്മളുടെ അബ്സോർബൻ മൈൻഡ്, സോ ആരാ വായിക്കുക? ഞാൻ വായിക്കാം മിസ്. യെസ് പ്ലീസ്. Montessori absorbent mind. Montessori opined that from birth itself, the child has a mind that is highly absorbing, which means that every experience he goes through will be deposited in the mind of the child with or without his knowledge. The absorbent mind explains the process by which the child gains knowledge from his process or action. The absorption appears in 2 stages, an unconscious stage and a conscious stage. So the absorbent can be split into unconscious mind 0 to 3 years and conscious mind 3 to 6 years. സോ അബ്സോർബൻ മൈൻഡിനെ രണ്ട് ഒരു സ്റ്റേജ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുക. ലൈക്ക് കോൺഷ്യസും അൺകോൺഷ്യസും. ബൈ ഫ്രം ദ ബിഗിനിങ് ബർത്ത് തുടങ്ങിയ ഒരു 3 years വരെ അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. പിന്നെ കോൺഷ്യസ് മൈൻഡ് ആണ് 3 to 6 years. ആഫ്റ്റർ 6 years ഇതിന് പല രീതിയിലും ഇന്റലക്ച്വൽ രീതിയിലും പല രീതിയിലും ഇമോഷണൽ ആ ഒരു രീതിയിലൊക്കെ വ്യത്യാസം വരുന്നു. നമ്മൾ പ്രായമാകും തോറും നമുക്ക് ചില മറവികളൊക്കെ വരും അല്ലേ. പെട്ടെന്ന് അയ്യോ ഞാനത് മറന്നു. പക്ഷെ ആ ഒരു ചെറുപ്രായത്തിൽ അങ്ങനെയല്ല, അവർക്ക് അതെല്ലാം ഓർമ്മയാണ്. മെമ്മറിയൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു സ്ട്രെസ്, ഒരു സ്ട്രഗിള് അല്ലെങ്കിൽ ഒരു ട്രോമയൊക്കെ വരുമ്പോഴാണ് ഇവരുടെ ആ ഒരു ഫ്ലക്ച്വേഷൻ വരുന്നത് മെമ്മറിക്ക്. ബട്ട് ഇതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അൺകോൺഷ്യസും ഒന്ന് കോൺഷ്യസും. ബട്ട് അൺകോൺഷ്യസിന്ന് കോൺഷ്യസിലേക്കുള്ള ഒരു പ്രോസസ് നടക്കുമ്പോഴാണ് ഈ കോൺഷ്യസ് മൈൻഡ് ആവുന്നത്. അതുകൊണ്ട് അൺകോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഈ അൺകോൺഷ്യസ് മൈൻഡ് ആണ് പതുക്കെ പതുക്കെ ഗ്രാജുവലി പ്രോസസ് ചെയ്ത് കോൺഷ്യസ് ആയിട്ട് മാറുന്നത്. അല്ലാതെ 0 to 3 years അൺകോൺഷ്യസ് മൈൻഡ് ആയിരുന്നു, അത് പിന്നെ മാറി കോൺഷ്യസ് എന്നുള്ള രീതിയിലല്ല. ഇതിൽ നിന്നാണ് അതിലേക്കുള്ള ജേർണി ശരിക്കും നടക്കുന്നത്. ഓക്കെ, ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അവരുടെ ഒപ്പീനിയൻ പറഞ്ഞു എന്നുള്ളൊരു മീനിങ്. കുട്ടികൾക്കെല്ലാം അബ്സോർബ് ചെയ്യുന്ന ഒരു മൈൻഡ് ആണെന്നാണ് പറയാ മോണ്ടിസോറിയുടെ ഒരു ഒബ്സർവേഷൻ. ശരിയാണ്, എന്തും അവർ പിടിച്ചെടുക്കും അല്ലെ. വീഡിയോ പിടിക്കുന്നതിനേക്കാളും വലിയ ഇതിലായിരിക്കും അവരെല്ലാം പിടിച്ചെടുക്കുന്നത്. എല്ലാ എക്സ്പീരിയൻസും അതെല്ലാം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഡെപ്പോസിറ്റ് പോലെ കിടക്കും. കുട്ടി അറിയാതെ തന്നെ ചിലപ്പോ വിത്തൗട്ട് ഹിസ് നോളജ് ഒക്കെ ഇത് സംഭവിക്കാം. അപ്പൊ അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. കുട്ടി നോളജ് ഗെയിൻ ചെയ്യുന്നു ഫ്രം ദി സറൗണ്ടിങ്സ് ത്രൂ ഹിസ് ആക്ഷൻ. ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഈ നോളജ്. അറ്റ് ദ സെയിം ടൈം സെൻസിറ്റീവ് പീരീഡും ആണ് അല്ലെ. അപ്പൊ ചുറ്റും നടക്കുന്നതിനോട് സെൻസിറ്റീവുമാണ്. ആ ഒരു പ്രോസസ്സിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്യുന്നു. ഇതിനെ 2 stages ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അൺകോൺഷ്യസ് സ്റ്റേജും അതുപോലെ തന്നെ കോൺഷ്യസ് സ്റ്റേജും. അൺകോൺഷ്യസ് സ്റ്റേജ് മീൻസ് ദാറ്റ് ഈസ് അൺകോൺഷ്യസ് മൈൻഡ് മീൻസ് 0 to 3 years. നമുക്കും ഒരു 3 വയസ്സുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ നമുക്ക് വിഷമമായിരിക്കും. ബട്ട് ആഫ്റ്റർ 3 years നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയിരുന്നത് അതെല്ലാം നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ആ ഒരു സമയത്ത് കിട്ടിയ ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ഡ്രസ്സ്, അതിനെ പറ്റി ഓർമ്മയുണ്ടാവും. ഒരു നല്ല ഷൂ, അങ്ങനെ പല കാര്യങ്ങളും ഓർമ്മയുണ്ടാവുമായിരിക്കും. ഓക്കെ, കോൺഷ്യസ് മൈൻഡ് ഒരു 3 to 6 years എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അൺകോൺഷ്യസ് മൈൻഡ് 0 to 3 years പറയുന്നുണ്ട്. അവരെ വായിക്കണം എന്ന് പറയാട്ടോ. ഇത്
ഈ ഒരു പാരഗ്രാഫ് വരെ ഹിസ് കോഗ്നിസന്റ് മൈൻഡ് എന്നുള്ളത് വരെ ഒന്ന് വായിക്കാനായിട്ട് പറ്റും. റെഡി? ഞാൻ വായിക്കാം മാം. Unconscious mind, 0 to 3 years. When the child is 0 to 3 years old, the child has an unconscious mind. His mind is not formed yet. He learns differently from adults. The adult has knowledge of his environment on which to frame, whereas the child has to start from nothing. It is the absorbent mind that allows him to absorb impression from the environment unconsciously. He absorbs everything unconsciously, and this fact are saved as impression in his mind. Through this process, the child assimilated the knowledge impressions into his physical life. It is important to understand that impressions do not merely enter his mind. They form it, and they incarnate themselves in him. The knowledge a child absorbs unconsciously prepares the child's mind, and in time, it will be used by his cognizant mind. ഓക്കെ. 0 to 3 years old. ഒരു പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ വീട്ടില് ഈ ഒരു ഏജിലുള്ള കുട്ടികൾ കടന്നു പോയിട്ടുണ്ടാവും, നമ്മുടെ സ്വന്തം കുട്ടികൾ കടന്നു പോയിട്ടുണ്ടാവും അല്ലെ. 0 to 3 years ആ കുട്ടികൾക്ക് അവർക്ക് ഇങ്ങനെ ഒരു അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പോഴും മൈൻഡ് ഫോം ചെയ്തിട്ടില്ല. മറിയം മോണ്ടിസോറി പറഞ്ഞു, കുട്ടി അമ്മയുടെ വോംപില് ഒരു എംബ്രിയോ സ്റ്റേജിൽ നിന്നും അങ്ങനെ പല പല സ്റ്റേജ്, സൈഗോട്ട്, പിന്നെ എംബ്രിയോ, ഫേറ്റസ്, അങ്ങനെ പല പല ഇതിൽ വളർച്ച പ്രാപിച്ച് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുമ്പോൾ അവന്റെ ബോഡിയിൽ എല്ലാ ഓർഗൻസും എല്ലാം അത് ആയിട്ടുണ്ട്. ബട്ട് അവന്റെ മൈൻഡ് അപ്പോഴും എംബ്രിയോ സ്റ്റേജിലാണ്. മറിയ മോണ്ടിസോറി അതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് പറയുന്നത്. മനസ്സപ്പോഴും വളർന്നിട്ടില്ല, ഭ്രൂണാവസ്ഥയിൽ തന്നെയാണ്, എംബ്രിയോ സ്റ്റേജിൽ തന്നെയാണ്. ഭ്രൂണം എന്ന് പറയില്ല അവരുടെ. മൈൻഡ് ഈസ് നോട്ട് ഫോംഡ് യെറ്റ്. അതിന്റെ ആ മെമ്മറി തന്നെ അവിടെ ഏജില് മാറാൻ പോകുന്നതേ ഉള്ളൂ. അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് ആ ഒരു സമയത്ത്, ഒരു അൺകോൺഷ്യസ് മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെ. പല കാര്യങ്ങളും അവൻ ലേൺ ചെയ്യുന്നു ഫ്രം ദ സറൗണ്ടിങ്സ്, ഫ്രം ദ പീപ്പിൾ ഹു ഈസ് കണക്റ്റഡ് വിത്ത് ഹിം. അവനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് പലതും അവൻ പഠിക്കുന്നു. അതെല്ലാം ഇംപ്രഷൻസ് ആയിട്ട് വരുന്നു. പിന്നെ ഈ അഡൾട്ടിനെ സംബന്ധിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ കുട്ടി അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താണ് ചുറ്റും നടക്കുന്നതെന്നുള്ളത് കുട്ടി അറിഞ്ഞ് മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ, ഒന്നും അറിയില്ല. ഓക്കെ. അപ്പൊ അബ്സോർബൻ മൈൻഡ് ഇവനെ അലോ ചെയ്യുന്നു, പെർമിറ്റ് ചെയ്യുന്നു എല്ലാം അബ്സോർബ് ചെയ്യാൻ ഫ്രം ദ എൻവയോൺമെന്റ്. അത് അൺകോൺഷ്യസ് തന്നെ സംഭവിക്കുന്നുണ്ട്. എല്ലാം അബ്സോർബ് ചെയ്യുവാണ്. അത് ഇവന്റെ മനസ്സിലൊരു ഇംപ്രഷൻസ് വരകളായിട്ടോ ഇങ്ങനെ തറഞ്ഞു കിടക്കും. അതെല്ലാം ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് ഇങ്ങനെ കിടക്കും. ഈ ഒരു പ്രോസസ്സില് പല നോളജും ഇവന്റെ സൈക്കിക് ലൈഫിലേക്ക്, അവന്റെ മനസ്സ് വളരുന്നത് ത്രൂ ദിസ് പ്രോസസ് ആണ്. ആ ഒരു സൈക്കിക് ലൈഫ് ഡെവലപ്പ് ചെയ്യുക. ഫിസിക് എന്നുള്ളത് ഓക്കെ, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, അമ്മയുടെ വോമ്പിലായിരുന്ന 9 months ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടി, അവന്റെ ശരീരം ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്. പുറത്തു വന്നും അവന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് ഫീഡ് ചെയ്യുന്നു അല്ലെ. പുറത്തു വരുമ്പോഴും നമ്മൾ എന്താ, ശരീരത്തിന് വേണ്ടുന്ന ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവന്റെ ഫിസിക് ബോഡി ഡെവലപ്പ്, ഗ്രോത്ത്, അതിന്റെ വളർച്ച നടക്കുന്നു. അപ്പൊ മനസ്സിന് നമ്മൾ അവന് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്താൽ അവന്റെ മൈൻഡ് നല്ലപോലെ ഡെവലപ്പ് ആവുകയും സൈക്കിക് ലൈഫ് ആണ് മാനസികമായിട്ടുള്ളത്. അപ്പൊ കുട്ടികൾക്ക് മെന്റൽ ഡെവലപ്മെന്റിന് ശരിയായ കാര്യങ്ങളല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്തെങ്കിൽ അവർക്ക് എന്താ പറയാ, അവരുടെ മനസ്സ് മുരടിച്ചു പോകുന്നൊക്കെ നമ്മൾ പറയില്ലേ, മനസ്സ് വളരില്ല, അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് കറക്റ്റ് ആവില്ല, ശരിയായ രീതിയിൽ അവന്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യില്ല, ശരിയായ രീതിയിൽ അവന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബുദ്ധിവികാസം സംഭവിക്കില്ല. 4 വയസ്സായിട്ടും 5 വയസ്സായിട്ടും കുട്ടി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു ഏജില് സാധാരണ ഒരു കുട്ടി, നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഈ കുട്ടി ചെയ്യുന്നില്ലെങ്കിൽ there is some problem അല്ലേ.
അവന്റെ ഒരു സൈക്കിക് ലൈഫ്, മെന്റൽ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ നടന്നിട്ടില്ല. ഓക്കെ, സോഷ്യലൈസ് ചെയ്യുന്നില്ല, കുട്ടി ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞു പോകുന്നു. ഇതെല്ലാം നടക്കാൻ കാരണം അവന്റെ എൻവയോൺമെന്റിൽ നിന്നും എന്ത് കിട്ടിയോ അതിനനുസരിച്ചാണ് അവർക്ക് ഈ ചേഞ്ചസ് വരുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മൾ നല്ലൊരു എൻവയോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവന്റെ ബുദ്ധി വികാസത്തിനും മാനസിക വളർച്ചയ്ക്കും മെന്റൽ ഡെവലപ്മെന്റിന്, അതായത് സൈക്കിക് ലൈഫിനും, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇതിനെല്ലാം നല്ലൊരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവന്റെ ആ ഒരു മെന്റൽ ഡെവലപ്മെന്റ്, സ്പിരിച്വൽ എംബ്രിയോ സ്റ്റേജിലിരിക്കുന്ന മനസ്സ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരും, അല്ലെ, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ PDF ആസ്വദിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാനായിട്ട്. പാർട്ട് 3യുടെ ഒരു പ്രശ്നം അതാ. പക്ഷെ വേറൊരു രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്യാനും പറ്റില്ല കേട്ടോ. ഞാനത് വളരെ സിമ്പിൾ ആക്കി പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഫസ്റ്റ് ബാച്ച് തുടങ്ങി പറയും, ഞാൻ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞാൽ മാത്രാവില്ല, ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. അതിൽ റെലവെന്റ് ആണെന്ന് തോന്നുന്നിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് എക്സ്പാൻഡ് ചെയ്യും. സോ നമ്മളുടെ ഈ ടെക്സ്റ്റ്, ഈ PDF പോലെ തന്നെ നമുക്ക് നല്ലൊരു സോഴ്സ് വേറെയും കിട്ടും. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത് ഫസ്റ്റ് ബാച്ചിൽ ഇപ്പൊ എക്സാം ടൈമാണ്, എക്സാം മോഡൽ എക്സാം നടത്തുവാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ ക്ലാസ് നോട്ട്സും അത് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഈസിയാണ്, പക്ഷെ ചെയ്യാത്ത കുട്ടികൾക്ക് പറ്റുന്നില്ലായിരുന്നു ആൻസർ ചെയ്യാൻ. കാരണം എക്സാം ടൈം ആയപ്പോ PDF എടുത്ത് വായിച്ചപ്പോ ഒന്നും ക്ലിയർ ആവുന്നില്ല. പഴയ റെക്കോർഡ് ക്ലാസ് എടുത്ത് കാണാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് സമയം വേണ്ടേ, മനസ്സിലായോ? അപ്പൊ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവരും റെക്കോർഡ് ക്ലാസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ, അതായത് നിങ്ങൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടില്ല. ക്ലാസ്സിൽ പല കാര്യങ്ങളും സംസാരിക്കും, നമുക്ക് പല ഇൻഫർമേഷൻസും നിങ്ങളുടെ തന്നെ കൂടെയുള്ളവരിൽ നിന്ന് കിട്ടും. സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പാർട്ട് നമുക്ക് പാർട്ട് 3 വളരെ ഇമ്പോർട്ടന്റും ആണ്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി ടഫാണ്. സോ ഇറ്റ്സ് ബെറ്റർ നമുക്ക് റിലേറ്റ് ചെയ്യാം, നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങൾ കാണിക്കുന്ന കാര്യങ്ങള് ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് അബ്സോർബൻ മൈൻഡിന്റെ കാര്യമായിരുന്നു. അതിന് രണ്ടായിട്ടാണ് മറിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷനിൽ അവരത് സ്പ്ലിറ്റ് ചെയ്തത്. അവരുടെ ഒബ്സർവേഷൻ കറക്റ്റ് തന്നെയായിരുന്നു. അബ്സോർബൻ മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡുമായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്തു. 0 to 3 years ഓർമ്മയില്ലെങ്കിൽ പോലും ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലൊരു ഇംപ്രഷൻസ് ആയിട്ട് അവന്റെ മൈൻഡിൽ കിടക്കുവാണ്. മറിയ മോണ്ടിസോറി പറയുന്നത് മൈൻഡ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ മൈൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ പ്രായത്തിലും. അൺകോൺഷ്യസ് മെമ്മറി ആണെങ്കിൽ കൂടിയും അവിടെ ഡെവലപ്മെന്റ് നടക്കുവാണ്. അപ്പൊ കുട്ടിക്ക് വേണ്ടുന്നത് മാത്രം പ്രൊവൈഡ് ചെയ്യുക, റോങ് ആയിട്ടുള്ളത് കുട്ടിക്ക് പോകാതെ വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവന്റെ മാനസിക വളർച്ച അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ വരും. ഇമോഷൻസ് ആണെങ്കിലും എല്ലാം. അപ്പൊ ഇത് നമുക്ക് പല കുട്ടികളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും ഭയങ്കര വാശിയാണ്, ഭയങ്കര കരച്ചിലാണ്. പിന്നെ ചില കുട്ടികളെ എന്ത് പറഞ്ഞാലും അവർ റെസ്പോണ്ട് ചെയ്യില്ല, ഇമോഷൻസ് കാണിക്കുന്നില്ല, സപ്രസ് ചെയ്യുന്നു. ഇതൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ട് വരുന്നതാ. അവരുടെ എൻവയോൺമെന്റ്. ചില കുഞ്ഞുങ്ങളെ കരയാൻ തുടങ്ങുമ്പോൾ ചില പാരന്റ്സ് പേടിപ്പിക്കുന്ന കേട്ടിട്ടില്ല, മിണ്ടല്ലേ കരയരുത്, ശബ്ദം പുറത്തു വരരുത്. ബട്ട് അതവരെ വല്ലാത്ത സ്ട്രെസ്സിലാക്കും. ലെറ്റ് ദം ക്രൈ, അവര് കരഞ്ഞോട്ടെ. അപ്പൊ അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഇവരെ ശരിക്കും അറസ്റ്റ് ചെയ്യുകയാണ്. ഇവരുടെ ഇമോഷൻസ് ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, ഒരു സ്റ്റിഗ്മയുണ്ട് നമ്മുടെ നാട്ടിൽ പണ്ട് തുടങ്ങി, അത് മാറി വരുന്നുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ കരയാൻ പാടില്ല, കരഞ്ഞു കഴിഞ്ഞാൽ ഈ നിനക്ക് നാണാവില്ലേ പെൺകുട്ടികളെ പോലെ കരയുന്നതെന്ന് പറഞ്ഞൊരു സ്റ്റിഗ്മ. ദെൻ ഹൗ പീപ്പിൾ വിൽ എക്സ്പ്രസ് ദെയർ ഇമോഷൻസ്. അവർക്കൊരു സങ്കടം വന്നാൽ അവരത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? കരഞ്ഞാൽ തന്നെ അത് മുഴുവൻ പോവില്ലേ? കരയുമ്പോ തന്നെ അത് വെന്റിലേറ്റ് ചെയ്യുവാണ്. അവരത് സപ്രസ് ചെയ്ത് അവർക്ക് അവരുടെ വിഷമം അവർക്ക് എങ്ങനെയെങ്കിലും വെന്റിലേറ്റ് ചെയ്യാൻ അവർ റോങ് ആയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാലും അതിനേക്കാൾ എത്രയോ നേരമാണ് അവർക്ക് കരയാനൊരു നല്ലതാണ് ഒരു കരയാനൊരു സ്പേസ് കൊടുക്കുന്നത്, അല്ലെ? ആരെന്നെയായാലും. ഓക്കെ, സോ അത് അപ്പൊ അങ്ങനെ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഇവർക്കൊരു ഇംപ്രഷൻസ് ആയിട്ട് വരുന്നു. അത് അൺകോൺഷ്യസ്ലി സംഭവിക്കുന്നുണ്ട്. ഈ അൺകോൺഷ്യസ് മൈൻഡിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾക്ക് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്. ഇതിൽ നിന്നൊരു പാലം ഇട്ട് അങ്ങോട്ട് പോകുന്ന പോലെയാണ് ശരിക്കും. അല്ലാതെ ഇത് സെപ്പറേറ്റ് അത് സെപ്പറേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനോട് കണക്ട് ചെയ്തിട്ടാണ് ഒരു കുട്ടിയുടെ കോൺഷ്യസ് മൈൻഡ്. അപ്പൊ കോൺഷ്യസ് മൈൻഡ് ആണ് കുഞ്ഞിന്റെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ബട്ട് അതിന്റെ ബേസ് കിട്ടിയേക്കുന്നത് 0 to 3 years അൺകോൺഷ്യസ് മൈൻഡിലാണ്.
അപ്പൊ 3 വയസ്സ് കഴിയുമ്പോൾ ശ്രദ്ധിക്കാം. അങ്ങനെയല്ല, 3 വയസ്സ് വരെ ഒന്നും ഓർമ്മയില്ലല്ലോ, അൺകോൺഷ്യസ് അല്ലേ. അപ്പൊ അത് അവിടെ ഒന്നും കാര്യം ശ്രദ്ധ വേണ്ട. നമുക്ക് 3 വയസ്സ് വരുമ്പോ അവർക്ക് അവരെ നർച്ചർ ചെയ്യാം, അവരെ നറിഷ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പക്ഷെ കിടക്കുക അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു 3 വയസ്സ് വരെ സംഭവിച്ച പല കാര്യങ്ങളും ദാറ്റ് വിൽ അഫക്ട് ദയർ കോൺഷ്യസ് മൈൻഡ് ഓൾസോ. അതുകൊണ്ടാണ് എത്രത്തോളം സയന്റിഫിക് ആണ്, കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, ആളുകൾ ഹിപ്നോട്ടൈസ് എന്നുള്ള സംഭവത്തിലേക്ക് പോകുന്നത്. അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതിനെ ഉണർത്തിക്കൊണ്ടുവന്ന് പ്രശ്നം മനസ്സിലാക്കി അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. റിസൾട്ട് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അത്രത്തോളം അതൊരു സയന്റിഫിക് മെത്തേഡ് ആണെന്ന് അറിയില്ല കേട്ടോ. ചില കാര്യങ്ങൾ മാച്ച് കളയുന്നു, മെമ്മറിയുന്നു, അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ തെറാപ്പി പ്രോസസ് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് അറിയില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട്. സോ അതാണ് ഈ ഹിപ്നോട്ടൈസ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരിടയ്ക്ക് ഇങ്ങനെ വന്നത്, ഹിപ്നോട്ടൈസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ കുട്ടികള് നോളജ്, പല ഇംപ്രഷൻസും അവന്റെ ആ ഒരു മെന്റൽ ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതും ഒരു ഫണ്ടമെന്റൽ ആണ്. നമ്മൾ അടിത്തറ ഇടുന്നത് തന്നെയാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇവന്റെ മനസ്സിലേക്ക് കിടക്കുന്ന അതൊരു ഫോമായി, അത് എന്താ പറയാ, അത് ആകെ കൂടെ രൂപം പ്രാപിച്ച് ഇൻകാർണേറ്റ് ചെയ്യുക, എല്ലാം കൂടെ ചെറിയൊരു ഫോമായിട്ട് അവന്റെ ഉള്ളിൽ തന്നെ നിൽക്കും. കുട്ടി ഇങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത് അത് അവന്റെ മൈൻഡിനെ കൂടുതൽ അലേർട്ട് ആക്കാൻ, കോഗ്നിസന്റ് മൈൻഡ്, അതായത് ഭയങ്കര എനർജറ്റിക് ആകാനായിട്ട് ആണ് ശരിക്കും ഈ സംഭവങ്ങളെല്ലാം ഉപകരിക്കും. അതേസമയം ഇവന് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന പല കാര്യങ്ങളാണ് ഈ ഒരു 0 to 3 ഇയേഴ്സിൽ നടക്കുന്നതെങ്കിൽ അവന്റെ ആ ഒരു എനർജി ലെവലില് അത് വ്യത്യാസം ഉണ്ടാവും. മനസ്സ് ഡെവലപ്പ് ചെയ്യണം അല്ലെ, കാരണം ബുദ്ധി, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എല്ലാം വരുന്നുണ്ട്. സോ അപ്പം അത് അങ്ങനെയുള്ളൊരു കുട്ടിക്കാണ് ലൈഫിൽ അവന്റെ പല കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പാരഗ്രാഫ് അനുവദിക്കും. ഞാൻ വായിക്കാം. The tiny child's absorbed mind find all its nutrients in its surrounding, especially at the beginning of life. We must therefore make an environment as interesting and attractive as we can by absorbing what he finds in the world as a whole, then analyzing it. The child creates its own mental muscles using what he finds in the world about him. The unconscious mind is complete by a conscious process which slowly awakes and take from the conscious what it can offer. The child constructs his mind in his way. Slowly he establishes memory, the power to understand and the capacity to reason. By the age of 3, the unconscious preparation necessary for later development and activity is established. The child now embarks on new mission, the development of his mental function. Before 3 functions are being created. After 3, they develop. Thank you. ചെറിയ കുട്ടി അല്ലെ, ചെറിയ പ്രായമാണല്ലോ. ഈ നമ്മള് ശരീരത്തിന് ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണം കൊടുക്കുന്ന പോലെ തന്നെ ഇവൻ എൻവയോൺമെന്റിൽ നിന്നും ന്യൂട്രിയൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അവൻ നല്ല പോലെ അവനിലെ ഡെവലപ്മെന്റ് ഉണ്ടാവും അല്ലെ. എല്ലാ ന്യൂട്രിയൻസും, അതായത് എന്തൊക്കെ കിട്ടുക, അഫെക്ഷൻ, ലവ്, കെയർ, വാം, കമ്പാഷൻ, എംപതി, സിംപതി, അങ്ങനെ എല്ലാം ഇവന് കിട്ടുവാണ്. ഭക്ഷണത്തിന്റെ കാര്യമല്ല പറയണേ, മൈൻഡിന് എന്താ വേണ്ടത്, ഇതുപോലുള്ള ന്യൂട്രിയൻസ് ആണ് വേണ്ടത്. പോസിറ്റീവ് ഇമോഷൻസ് അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം അവനിലും വരണം, നമ്മളും കൊടുക്കണം. സോ അങ്ങനെ എല്ലാ ന്യൂട്രിയൻസും ഫ്രം ദ സറൗണ്ടിങ്സ്. അപ്പൊ കുട്ടിയുടെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ആരൊക്കെ ഇരിക്കും, ഫാമിലി വരുന്നുണ്ട് അല്ലെ, പിന്നെ അവൻ ചെല്ലുന്ന മറ്റിടങ്ങൾ, അവന്റെ പീർ ഗ്രൂപ്പ് ഉണ്ടാകും. കൊച്ചു കുട്ടികളായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ഹാപ്പിനെസ്, ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും അത്. ഭയങ്കര ഹാപ്പി ആവും. കണ്ടിട്ടില്ല അങ്ങനെ കുറെ നേരം ഇരുന്ന് കളിച്ച്, ഇപ്പൊ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അവന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതുമായിട്ടിരുന്ന് കളിച്ചു, അവർ പോകാൻ നേരത്ത് ഭയങ്കര സങ്കടമൊക്കെ കാണിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഹി ഈസ് ഗെറ്റിംഗ് ദാറ്റ് ന്യൂട്രിയൻ, ആ ഒരു ഹാപ്പി,
മൊമെന്റ്സ് അല്ലെങ്കിൽ ആ ഹാർമണി കിട്ടുവാണ് ആ ഒരു സമയത്ത്. ഇവിടെ ന്യൂട്രിയൻസ് എന്നത് ഉദ്ദേശിക്കുന്നത് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസ് അല്ലെ. അപ്പൊ അവനിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ അവരോട് നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് കാണിക്കുവാണെങ്കിൽ, ദേഷ്യം, അടിക്കുന്നു അല്ലെ, ഷൗട്ട് ചെയ്യുന്നു, ശ്രദ്ധിക്കാതിരിക്കുന്നു കുട്ടിയെ, അവന് കരയുമ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ഓക്കെ, അങ്ങനെയൊക്കെ കുറെ നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ്, അതായത് അവന്റെ സറൗണ്ടിങ്സ്, ഞാൻ നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് അവന്റെ എൻവയോൺമെന്റ് നമ്മളെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. സോ അതിൽ നിന്ന് അവന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അവന്റെ മൈൻഡ് കിട്ടുന്ന ന്യൂട്രിയൻസ് അപ്പൊ എന്താ, നെഗറ്റീവ് ആയിരിക്കും. സോ മൈൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, എംബ്രിയോ സ്റ്റേജിലുള്ള മൈൻഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവന് ശരിയായ ന്യൂട്രിയൻസ് അവനിലേക്ക് എത്തണം. നിങ്ങൾ ഈ റെക്കോർഡ് ക്ലാസ് കേൾക്കാതെ ഈ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂട്രിയൻസ് എന്താന്ന് മനസ്സിലാവൂ? ഒരു ചെറിയ ഡൗട്ടാ, മനസ്സിലാവൂ? നോട്ട് ചെയ്ത് വെക്കാം അവിടെ. മനസ്സിലാവത്തില്ല അല്ലെ. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇതിങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് കിട്ടിയ യെസ്, നമ്മുടെ കുട്ടികളോട് എങ്ങനെയാണോ പെരുമാറുന്നത്, നമ്മളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് അവർക്ക് ആ ന്യൂട്രിയൻസ് കിട്ടുന്നത്. വീട്ടില് ഭയങ്കര വഴക്ക്, ബഹളം, സോ ദാറ്റ് മീൻസ് ഹി ഈസ് ഗെറ്റിംഗ് നെഗറ്റീവ് ന്യൂട്രിയൻസ്. നിങ്ങൾക്ക് അതൊക്കെ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, കാരണം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ അതൊന്നും അല്ലാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, PDF ഒന്ന് വായിച്ചു നോക്കാന്ന് വിചാരിച്ചാൽ മനസ്സിലാവില്ല. ഫസ്റ്റ് ബാച്ചുകാര് പറഞ്ഞ കാര്യമാണ് PDF വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. ബട്ട് ആ PDF ലൈക്ക് അതൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാ. നമ്മൾ അതിലെ കണ്ടന്റിനെ നമ്മളെടുത്ത് നമ്മൾ അതിനെ മനസ്സിലാക്കി എടുക്കുകയാണ് വേണ്ടത്. സോ ഇവിടെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് അല്ലെ. നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് വരും, നെഗറ്റീവ് ഫീലിങ്സ് വരും, ആങ്കർ വരും, ദേഷ്യം വരും. എന്താ പറയുക, ആ ദേഷ്യം തന്നെ പല ഗ്രേഡിൽ വരാം അല്ലെ. ചെറിയ ദേഷ്യം, വലിയ ദേഷ്യം, ടോപ്പിലുള്ള ദേഷ്യം, ഹോട്ട് ടെമ്പർ, ബാഡ് ടെമ്പർ, ടാൻഡ്രംസ് അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം കാണിക്കുന്നു, ഇറിറ്റേഷൻ കാണിക്കുന്നു, അവോയ്ഡ്നെസ്, ഇഗ്നറൻസ് അല്ലെ, നെഗ്ലക്ട് ചെയ്യുക, ഒരാളെ അവഗണിക്കുക. നമ്മൾ ഭയങ്കര, ഇപ്പൊ നമ്മളുടെ ഏജ് നോക്കുക, നമ്മളുടെ നല്ലൊരു സുഹൃത്തുണ്ട്, പക്ഷെ എന്തോ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ നമ്മൾ മിണ്ടുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ അഫക്ട് അസ് ഗ്രേറ്റ്ലി. നമ്മളെ വല്ലാതെ അത് ഡിസ്റ്റർബ് ചെയ്യും അല്ലെ. ആ ഒരു ആളുടെ ഒരു ആക്ഷൻ, ആരോ എവിടെയോ പോകുന്ന ഒരാൾ കാണിക്കുന്നതല്ല നമ്മൾക്ക്, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാള്, കാര്യം എന്താന്ന് പോലും നമുക്കറിയില്ല. ബട്ട് നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് ഡിസ്റ്റർബൻസാ. സോ നമ്മള് കുട്ടിക്ക് ശരിയായ ന്യൂട്രിയൻസ്, പോസിറ്റീവ് ന്യൂട്രിയൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടി എന്തായി തീരും? അതാണ് ഇവിടെ. കാരണം അവരുടെ ബിഗിനിങ് ഓഫ് ലൈഫാണ്, അവരുടെ ലൈഫ് തുടങ്ങുക. അവരുടെ ഒരു സൈഡില് ഫിസിക്കലി അവർക്ക് ന്യൂട്രിയൻസ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഗ്രോത്തിന് വേണ്ടത് ന്യൂട്രിയൻസ് കിട്ടുന്നു, മറ്റേ സൈഡിൽ അവരുടെ സൈക്കിക്, മനസ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് കിട്ടുന്നു. ഇത് രണ്ടും കറക്റ്റ് രീതിയിൽ പോകുമ്പോൾ ആ കുട്ടി ഒരു നറിഷ്ഡ് ആയിട്ടുള്ള, പരിപോഷിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, നല്ലൊരു പോഷണം കിട്ടിയെന്നൊക്കെ. അപ്പൊ പോഷണം ശരീരത്തിന് മാത്രമല്ല മനസ്സിന് വേണമെന്നുള്ളത് മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? നമുക്കും ഉണ്ട് പലതരം സ്ട്രെസ്, പല രീതിയിൽ ആ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് അല്ലെ. അതാണ് ഹൗ വി മാനേജ് അവർ സ്ട്രെസ്. നമുക്ക് സ്ട്രെസ് ഉണ്ടെന്ന് കരുതി അത് മുഴുവൻ കുട്ടിയുടെ തലയിലേക്ക് കൊണ്ടിട്ടാ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? കഷ്ടം തന്നെയാണ്. നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് വേറൊരാളുടെ തലയിൽ കൊണ്ടിട്ട് നമ്മൾ മാറ്റുവാണോ വേണ്ടത്? ഒരു എന്ത് പറയുന്നു, ചൊല്ലു പറയുന്നു, അങ്ങാടിക്ക് തോറ്റേന് അമ്മയോടോ, എന്ത് പറയൂ? ആ ഒരു രീതി നമുക്കൊരു ഇത് വരുമ്പോ നേരെ ചെന്ന് കുട്ടികളുടെ അടുത്തിട്ട് അതങ്ങ് പറയും. ഓക്കെ, അവരെന്തറിയും? ഓക്കെ, സോ അതാണ് അവിടെ. അപ്പം ന്യൂട്രിയൻസ് ശ്രദ്ധിക്കുക, പോസിറ്റീവ്, നെഗറ്റീവ് ന്യൂട്രിയൻസ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, വിച്ച് വൺ ഈസ് ദ പോസിറ്റീവ് ന്യൂട്രിയൻസ് വന്നു കഴിഞ്ഞാൽ എന്താ ഓപ്ഷൻ ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചോ. ആങ്കർ, പിന്നെ അവോയ്ഡ്നെസ്, അഫെക്ഷൻ, നൺ ഓഫ് ദിസ്. ഇങ്ങനെ 4 ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? ഇനി ഞാൻ അതല്ല, ഈ PDF അങ്ങനെ ഈ വരികളെ ഇട്ട് കഴിഞ്ഞാൽ
ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പമായി അല്ലെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. സോ ലൈക്ക് നമ്മള് അതുപോലെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ആണല്ലോ അത്. ഒറ്റ സെന്റൻസ് ഇവിടെ പറയുന്നുള്ളൂ. ദ ടൈനി ചൈൽഡ്സ് അബ്സോർബന്റ് മൈൻഡ് ഫൈൻഡ്സ് ഓൾ ഇറ്റ്സ് ന്യൂട്രിയൻസ് ഇൻ ഇറ്റ്സ് സറൗണ്ടിങ്സ്. ആ ന്യൂട്രിയൻസ് എന്താണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കാരണം കുട്ടിയുടെ ബിഗിനിങ് ഓഫ് ലൈഫാണ്. സോ അവന് എൻവയോൺമെന്റിൽ നിന്ന് ന്യൂട്രിയൻസ് കിട്ടണം. അപ്പൊ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ ആദ്യമായിട്ട് PDF വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ന്യൂട്രിയൻസ് എന്ത് സാധനം, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിന് കിട്ടുന്നതായിരിക്കും. അവിടെ കൺഫ്യൂഷൻ വന്നില്ലേ? സോ ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ടു ഓൾ ദ സ്റ്റുഡൻസ് ഹു ആർ ലേണിംഗ് ത്രൂ റെക്കോർഡ് ക്ലാസ്, പ്ലീസ് റെക്കോർഡ് ക്ലാസ് ഒന്ന് കേൾക്കുക മുഴുവനായിട്ട്. പിന്നെ നിങ്ങളോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. പല പല ഇഷ്യൂസ് കാരണമായിരിക്കും റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ വരാൻ റെക്കോർഡ് ക്ലാസ്സിന് കേൾക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സിന് ലൈവായിട്ട് വരാൻ പറ്റാത്തത്. സോ എവറി ഡേ നിങ്ങൾക്കൊരു പേഴ്സണൽ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഒരു ബ്രീഫിംഗ് കൊടുക്കുക ത്രൂ വോയിസ്, അല്ലെങ്കിൽ ചെറിയൊരു ടെക്സ്റ്റ് മെസ്സേജ്, സമയമുള്ളവർ കേട്ടോ. ഞാൻ ഇത് നിർബന്ധം പറയേണ്ടതല്ല, കാരണം ലാസ്റ്റ് ആകുമ്പോൾ വല്ലാണ്ട് കഷ്ടപ്പെടും. അതാത് ദിവസം ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞതെന്നൊരു ബ്രീഫിംഗ്, 1 hour ക്ലാസ്സിന് ഒരു 5 minutes ബ്രീഫിംഗ് കൊടുക്കാലോ. അതിനാരെങ്കിലും റെഡിയാണോ? ബാക്കിയുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ബാച്ചിനെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ഇവിടെ ഇത്രയേ ഉള്ളൂ. ആ ഒരു ന്യൂട്രിയൻസ്, ആ ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഒരു കോൺഷ്യസ് പ്രോസസ്സിലേക്ക് പോയി പതുക്കെ സ്ലോലി അത് കോൺഷ്യസ് മൈൻഡ് ആയിട്ട് മാറണം. അപ്പൊ അൺകോൺഷ്യസ് സ്റ്റേജിൽ ഇരിക്കുമ്പോഴും, അതായത് 0 to 3 yearsലും ശരിയായ ന്യൂട്രിയൻസ് കൊടുക്കണം അല്ലെ. ഓർമ്മയൊന്നും ഇല്ലല്ലോ, 3 വയസ്സ് കഴിയുമ്പോൾ ശ്രദ്ധിക്കാം എന്നല്ല, കുട്ടി പുറത്തു വരുന്നതിന് മുമ്പ് തുടങ്ങിയാൽ ശ്രദ്ധിക്കണം എന്നാണ്. ശരിക്കും ആ ഒരു സൈഗോട്ട് ഫോർമേഷൻ ഇല്ലേ, എഗ്ഗും സ്പെർമുമായിട്ടുള്ള ആ ഫോർമേഷൻ നടക്കുന്ന പ്രോസസ്, അതൊരു ലവ്ലി പ്രോസസ്. പാർട്ട്നേഴ്സ് രണ്ടുപേരും അത്രയും സ്നേഹത്തോടെ ആ ഒരു പ്രോസസ് നടക്കുമ്പോ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തുടങ്ങിയാണ് നമ്മള് ഇവരുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും ചിന്തിക്കേണ്ടത്. അവരുടെ മനസ്സ് ഇതാവണം. അല്ലാതെ ഒരു ഫോഴ്സ്ഫുള്ളി നടക്കുന്ന ഒരു പ്രോസസ്സിലൂടെ ഒരു കുഞ്ഞുണ്ടാവുമോ, അങ്ങനെയൊന്നും പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോന്നറിയില്ല, ഞങ്ങള് കുറച്ച് പേര് ചേർന്നിട്ട്, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ചേർന്നിട്ട് 2 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഇതുപോലെ നെക്സ്റ്റ് കൂട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആണ്. അത് ഇതാണ്, പ്രഗ്നൻസി സമയത്ത് ലേഡീസിന് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ബട്ട് ദാറ്റ് പ്രഗ്നൻസി ടൈം എന്നല്ല, അവര് ഒരു കുഞ്ഞ് വേണമെന്ന് ലൈഫ് പാർട്ട്നേഴ്സ് ചിന്തിക്കുന്ന സമയം തുടങ്ങി നമുക്ക് അവരുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത്. പിന്നെ ഒരെണ്ണം മെറ്റമോർഫോസിസ്, നമ്മൾ കണ്ടിട്ടില്ലേ ഇതിന്റെ ബട്ടർഫ്ലൈയുടെ പരിണാമം അല്ലെ. ആർക്കും ഇഷ്ടപ്പെടാത്തൊരു പുഴുവായിട്ട് വന്നിട്ട് അത്രയും സ്ട്രഗിൾ ചെയ്ത് മരത്തിന്റെ ടോപ്പ് ബ്രാഞ്ചിൽ പോയി നല്ല ടെൻഡർ ലീവ്സ് ഒക്കെ കഴിച്ച് പിന്നെ സമാധിക്ക് പോവുകയാണല്ലേ. ഒരു പ്യൂപ്പ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് അതിന്റെ ഉള്ളിൽ ചൂടിന്റെ കൂടി കുറെ നാള് കിടന്ന് അത് സമയമാകുമ്പോൾ സൺലൈറ്റ് ഒക്കെ കൊണ്ട് പുറത്തേക്ക് പൊട്ടി നല്ല കളർഫുൾ വിങ്സോട് കൂടി തന്നെ സംഭവിക്കണം. അത് ആരും പൊട്ടിക്കൊന്നും ചെയ്യണം. നല്ല വരുന്നൊരു ബട്ടർഫ്ലൈ ആയിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആയിട്ട് വരുവാണ്, പറന്നു വരും. അതുപോലെ കുഞ്ഞുങ്ങളിലും ഒരു പരിണാമം, ബട്ടർഫ്ലൈക്ക് ഉണ്ടായതുപോലുള്ള ഒരു പരിണാമം, മെറ്റമോർഫോസിസ് നടക്കുന്നുണ്ട്. സോ സെയിം ഇത് തന്നെയാണ്, നമ്മുടെ മെത്തേഡ് തന്നെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്, മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരിട്ട ഈ കോഡിനും ഈ മെറ്റമോർഫോസിനും, അത് ആ സമയത്തെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുവാണെങ്കിൽ, കാരണം ഞാൻ ഇപ്പം വളരെയധികം ചലഞ്ച് എടുക്കുന്നതും അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ അഡോളസന്റ് ഗ്രൂപ്പിലാണ്. ഈ ചെറുപ്രായത്തിലെ കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടാത്തത് കാരണം പല ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്. ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കായിരിക്കും പാരന്റ്സ് കുട്ടിയെ കൊണ്ട് ഇതുപോലെ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ തെറാപ്പിസ്റ്റിന്റെ അടുത്തൊക്കെ ചെല്ലുന്നത്. അത് ചെറിയ പ്രായത്തിലെ സംഭവിച്ചു പോയ പല പ്രശ്നങ്ങളുടെ കാര്യമായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഒരു മോളെയും കൊണ്ട് വന്ന കേസാണേ. കുട്ടി നല്ലപോലെ പഠിക്കുന്ന മിടിക്കുക, ക്ലാസ് ടോപ്പം കണ്ടാണ് കുട്ടി. അപ്പൊ എന്തോ ഒരു പ്രോഗ്രാം, റെസിഡൻസ് അസോസിയേഷന്റെ ആണോ അവരുടെ നാട്ടിലെ എന്തോ ഒരു പ്രോഗ്രാമിന് ഒരു ഗ്രൂപ്പ് ഡാൻസ് കുട്ടികളെല്ലാരും കൂടെ ചേർന്നതിൽ ഈ മോളും ഉണ്ടായിരുന്നു. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാട്ടോ, അഡോളസന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഡാൻസ് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി അമ്മയുടെ അടുത്തേക്ക് വരിക. കുട്ടിക്ക് ആകെ അമ്മയോടുമാണ് പലതും ഷെയർ ചെയ്യുന്നതും ഇങ്ങനെ. കാരണം എന്താ വെച്ചാൽ അച്ഛൻ ജോലി തിരക്ക് കാരണം പലപ്പോഴും അച്ഛനെ കിട്ടാറില്ല.
അമ്മ ഹൗസ് വൈഫാണ്. അപ്പൊ അമ്മ സ്വയം അങ്ങ് തീരുമാനിച്ചു, അച്ഛൻ ഒന്നിനും ഇടപെടാൻ വരാൻ സമയമില്ലല്ലോ, അപ്പൊ ഞാൻ അങ്ങ് സ്ട്രിക്റ്റ് ആയിക്കോളാം. അങ്ങനെ കൊച്ചിന്റെ അടുത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയ ഒരു മോളേ ഉള്ളൂ. ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ അമ്മ കൊച്ചിന്റെ അടുത്ത് ഭയങ്കര ഷൗട്ടിങ്, നീ ഇത് എന്തൊക്കെയോ സ്റ്റെപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി. വലിയ കോമ്പറ്റീഷൻ ഒന്നും ആയിരുന്നില്ല, റെസിഡൻസ് അസോസിയേഷൻ എന്തോ പ്രോഗ്രാം. അപ്പൊ മോൾ അതില് നല്ലപോലെ കളിച്ചില്ല. അതാണ് അമ്മയുടെ പ്രശ്നം. നിനക്ക് വേറെ വല്ല പണിക്കും പൊക്കൂടെ എന്ന് പറഞ്ഞപ്പോഴേ അത് കുട്ടിയെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അയാൾ ഭയങ്കര ഇൻഫീരിയർ ആയിപ്പോയി. ഐ ആം ഗുഡ് ഫോർ നത്തിങ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവൾ എന്നുള്ളൊരു ഫീല് കുട്ടിക്ക് വരുക. അവള് മറന്നുപോയി, അവള് പഠിക്കാൻ മിടിക്കുക എന്നുള്ളതൊക്കെ കൊച്ചങ്ങ് മറന്നുപോയി. കാരണം അവൾ ആ ഫീൽഡിൽ മിടിക്കുക. ഡാൻസ് കളിച്ചപ്പോ അവൾക്ക് പറ്റിയില്ല, അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡാൻസ് കളിച്ചു, അവളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്. അതിന് അമ്മയുടെ വായിന്ന് കേട്ട ചീത്തയാണ്, നിനക്ക് വേറെ വല്ല പണിക്കും പൊക്കൂടെ, എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഒരു കൊള്ളില്ല എന്നുള്ള രീതിയിൽ അമ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയി. പിന്നെ അവള് ചെയ്യുന്നതൊന്നും ഫോക്കസിലാവാതായി, പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു. അപ്പോഴാണ് അമ്മ കുഞ്ഞിനെയായിട്ട് വരുന്നത്. അപ്പൊ ചോദിച്ചു വന്നപ്പോഴാണ് ഈ പ്രോഗ്രാമിന്റെ കാര്യം അറിയുന്നത്. ഡാൻസ് പ്രോഗ്രാമിന് സംഭവിച്ചു അന്ന് തുടങ്ങിയാണ് ഈ പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ കുട്ടിയുടെ ബിഹേവിയറിലല്ല പ്രശ്നം, അമ്മയ്ക്കാണ് ബിഹേവിയറൽ ഇഷ്യൂസ്. കാരണം അമ്മയുടെ ആ ഒരു കമന്റ് ആണ് കുട്ടിയെ തെറ്റിച്ചത്, കുട്ടി ഡിസ്റ്റർബ്ഡ് ആയത്. അമ്മയുടെ ആ ഒരു റിയാക്ഷൻ, ഓവർ റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അത് കുട്ടിയിൽ ഉണ്ടാക്കിയ ഡിസ്റ്റർബൻസ് വളരെ കൂടുതലാണ്. അമ്മ കൊടുത്ത ന്യൂട്രിയൻസിന്റെ ഫലമല്ലേ അത്. അമ്മ കൊടുക്കേണ്ടത് എന്തായിരുന്നു? അമ്മ പ്രൊവൈഡ് ചെയ്ത ന്യൂട്രിയൻസ്, അതിന്റെയാണ് കുട്ടിയിൽ ഉണ്ടായ മാറ്റം. അപ്പൊ അമ്മയ്ക്കാണ് ബിഹേവിയറൽ ഇഷ്യൂസ് മനസ്സിലായി. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അമ്മ പറഞ്ഞ എന്താണെന്നറിയും, ഇതൊന്നും പറഞ്ഞു തരാൻ എനിക്ക് ആരും ഉണ്ടായില്ല. അമ്മയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണോ? മദർഹുഡ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അത് എന്തൊരു ഇമ്പോർട്ടന്റ് അല്ലേ. കാരണം നമ്മളെ ഇങ്ങനെ മേക്ക് ചെയ്യുവാണ് ആ ഒരു മദർഹുഡ് എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. മദർഹുഡ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ പ്രസവിച്ച അമ്മയായാൽ മാത്രം കിട്ടുന്നതല്ല കേട്ടോ. നമ്മള് സ്ത്രീകൾക്ക് പൊതുവേ അതുണ്ട്. നമ്മൾക്ക് വാംത്, കെയർ, അഫെക്ഷൻ. മദർ തെരേസ അവര് കുട്ടിയെ പ്രസവിച്ചിട്ടാണ് ഓർക്കുക മദർഹുഡ് ഉണ്ടായത്. അവര് ലവ്, കെയർ, വാംത്, അഫെക്ഷൻ, കമ്പാഷൻ, എംപതി എല്ലാം അവർ കാണിക്കുന്നു. അവര് ഒരു കൊച്ചിനെ പ്രസവിച്ചിട്ടൊന്നുമല്ല അവർക്ക് കിട്ടിയത്. അതുണ്ട് പൊതുവെ സ്ത്രീകൾക്ക് അത് അല്പം കൂടുതലാണ്. നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആവും പലത്തെ വിഷമം കാണുമ്പോൾ. നമുക്കിടെ ഉള്ളിൽ അത് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് കുഞ്ഞ് ജനിച്ചാൽ മാത്രമാണ് മദർഹുഡ്, അമ്മയാകാന്നുള്ളതല്ല. നമ്മുടെ ഉള്ളിൽ അതുണ്ട്. അതിനൊക്കെ ആ ഒരു പവർ തന്നിട്ടുണ്ട്, നമുക്ക് ഒരു പവർ കിട്ടിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ. അപ്പൊ അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ അമ്മയുടെയും മകളുടെയും കാര്യത്തില് അവരെ തമ്മിലുണ്ടായിരുന്ന അകന്നൂലോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ അത് കൂട്ടുക എന്നുള്ളതായിരുന്നു ആകെയുള്ളത്. അതിനുള്ള ആക്ടിവിറ്റീസ് കൊടുത്തു. അങ്ങനെ അത് ഹാപ്പി ആയിട്ട് പോയി, കുഴപ്പമുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനത്തെ കേസസ് ഒക്കെ ഉണ്ട്. അപ്പം പലപ്പോഴും നമ്മളിത് കണ്ടിട്ടുണ്ടാവാം, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുണ്ടാവാം അല്ലെ ഇത്. അപ്പൊ ഇതിപ്പം അഡോളസന്റിൽ എത്തിയപ്പോഴുള്ള പ്രശ്നം വഷളാവുമ്പോഴാണ് നമ്മളുടെ കയ്യിലെത്തുക. ഇത് ശരിക്കും അമ്മ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റില് കുട്ടിക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് അന്നേ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിവിടെ അബ്സോർബൻ മൈൻഡിൽ പറഞ്ഞു വന്നത്. കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് 0 to 3 years. അതിന്റെ കണ്ടിന്യൂസ് പ്രോസസ് ആണ് 3 years തുടങ്ങിയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതുപോലുള്ള ന്യൂട്രിയൻസ് നമ്മളുടെ സറൗണ്ടിങ്സ് ചെയ്ത് കുഞ്ഞുങ്ങളിലേക്ക് കിട്ടണം. അപ്പൊ കുട്ടി സ്വയം ബിൽഡ് ആവുക, സെൽഫ് കൺസ്ട്രക്ഷൻ. അവനത് മനസ്സിലാക്കി കൺസ്ട്രക്ട് ചെയ്യുക, അവന്റെ മൈൻഡിനെ സ്വയം കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ അവന്റെ മെമ്മറി നല്ല സ്ട്രോങ് ആവുന്നു, സ്വയം കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു. എന്തും ഓരോ ഏജിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും അവൻ പ്രിപ്പയർഡ് ആവുകയാണ്. അല്ലെങ്കിൽ എന്താ, ഓരോ ഏജിലും ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും വേണം. ഇത് അവൻ തന്നെ പ്രിപ്പയർഡ് ആവുക. അവന് ശരിയായ ന്യൂട്രിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ തന്നെ പ്രിപ്പയർഡ് ആകും. നമ്മളിപ്പോ ശരീരത്തിന് കിട്ടുന്ന ന്യൂട്രിയൻസിന്റെ കാര്യം പറയുകയാണ്. ശരിയായ പോഷണം കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടി വളരെ വീക്കായിരിക്കും. തന്നെ എണീറ്റ് നടന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വേറൊരാൾ ചെയ്തു കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ മനസ്സിന് ശരിയായ ന്യൂട്രിയൻസ് കിട്ടിയില്ലെങ്കിൽ ഇവൻ സെൽഫ് കൺസ്ട്രക്റ്റഡ് ആവില്ല. പല കാര്യങ്ങളും പലരും ചെയ്തു കൊടുക്കേണ്ടവരും വല്ലാതെ ഡിപ്പെൻഡ് ചെയ്തു പോകും ആളുകളെ. ഓക്കെ, ക്ലിയർ ആയല്ലോ? നിങ്ങളുടേതായ രീതിയിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, മലയാളത്തിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോൺഷ്യസ് മൈൻഡിലേക്ക് വരിക. നമ്മൾ പറഞ്ഞു അതിന്റെ ഫണ്ടമെന്റൽ 0 to 3 years അൺകോൺഷ്യസ് മൈൻഡിൽ ചെയ്തു വെച്ചേക്കുക.
അവിടെ നിന്ന് പതുക്കെ ഗ്രാജുവൽ ആയിട്ട് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തി. 3 to 6 years. ആരാ അത് വായിക്കാൻ? രണ്ടുപേര് പറഞ്ഞോ. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് 2 പാരഗ്രാഫ് വായിച്ചു. ഓക്കെ മാം. Conscious mind, 3 to 6 years. From 3 to 6 years, the child continues to absorb knowledge, and this is also a period of self-construction. However, the child is now conscious. He has a memory and has advanced a will. Now he takes in consciously using his hand. It is by means of work that he becomes conscious and develops himself by means of his hand. He learns writing, reading, fundamental ideas, numbers, and many other things automatically and without fatigue. So we have to understand that the first period in human development in which character is formed is the most important time. At no other age has the child greater need of an intelligent help, and any barrier that impedes his creative work will lessen the chance he has of achieving perfection. He has a type of mind that goes after the concrete. He has the great power of imagination. The child should be allowed to work at their own pace, completing the cycle of activity so necessary for their growth and development. ഞാൻ ഈ മെസ്സേജ് ഒന്ന് വായിക്കുവാണ്. ഇവിടെ എത്ര വയസ്സായ ആ കുട്ടികൾക്ക്? റഫ പേര് അങ്ങനെ തന്നെയാണോ? സ്പെല്ല് ചെയ്തത്? മൂത്ത ആൾക്ക് 3.5 വയസ്സായി, രണ്ടാമത്തെ ആൾക്ക് 1.5 വയസ്സായി. സോ അടുപ്പിച്ച് കുട്ടികളായപ്പോ ഭയങ്കര ഒരു സ്ട്രെസ് ആയി പോയല്ലേ? അതെ, രണ്ടുപേരെയും കൂടെ. മൂത്ത ആൾക്ക് ഇച്ചിരി കുസൃതി കൂടുതലാ. അപ്പം അവന് അവളെ ഉപദ്രവിക്കുക, രണ്ടും കൂടെ ആകുമ്പോ നമുക്ക് പാട് വരും ചില ടൈമിൽ. ഓക്കെ, അത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ടഫാ. അത് എനിക്ക് മനസ്സിലാവും. കാരണം എന്റെ കുട്ടികൾ തമ്മിൽ 4 years ഡിഫറൻസ് ആയിരുന്നു. അപ്പോഴും ചില ടൈമിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ പിന്നെ അവൾ അങ്ങോട്ട് പെട്ടെന്ന് മോള് ചെറിയ മോനെ അങ്ങനെ നോക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും തമ്മിൽ ഉപദ്രവങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു. ഓക്കെ. എന്നിട്ട് ഇപ്പൊ എങ്ങനെ പോന്നു? ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ കണ്ണ് തെറ്റിയാല് ഉപദ്രവിക്കും. ഇപ്പൊ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല, എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കണം. അങ്ങനെ കുറച്ചൊക്കെ എന്താ പറയാ, നമുക്ക് മാറുമ്പോഴേക്കും അവരിൽ നിന്നും ആ ഒരു മാറ്റവും കാണാനായിട്ട് പറ്റും. ഞാൻ ഇവരെ പണിഷ് ചെയ്യുന്ന പരിപാടി ഇല്ലായിരുന്നു. പക്ഷെ ഇവര് ഭയങ്കര അങ്ങ് കുസൃതിയാണ്, ഭയങ്കര ഇതാവുമ്പോൾ ഞാൻ കുറച്ച് സമയം മിണ്ടാതിരിക്കും. അത് ശരിയല്ല എന്നുള്ളത് അറിയാം, ബട്ട് അത് അവർക്ക് ഭയങ്കര ഫീലിങ്സ്. വെച്ചാൽ എന്റെ ഒരു നെഗറ്റീവ് ഇമോഷൻ അവിടെ വന്നത് അവോയ്ഡൻസ് അല്ലെ. ഞാൻ കുറച്ച് സമയം മിണ്ടാതെ മാറിയിരിക്കും. എന്തെങ്കിലും വന്ന് ചോദിച്ചാലും അധികം സംസാരിക്കുന്നില്ല. പക്ഷെ നമുക്ക് അധികം നേരം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ബട്ട് അത് ആവുമ്പോഴേക്കും അവര് ലൈക്ക് നമ്മള് തല്ലുന്നതോ ഷൗട്ട് ചെയ്യുന്നതിനേക്കാളും ഇച്ചിരി ഭേദാന്ന് എനിക്ക് തോന്നി. അത് പെട്ടെന്ന് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമ്പോഴേക്കും അത് അങ്ങനെ ശരി. പിന്നെ അത് അതിന്റെ ആവശ്യം വന്നില്ല. 1 or 2 തവണ ആ ഒരു സ്റ്റെപ്സ് എടുക്കേണ്ട വന്നേ ഉള്ളൂ. പിന്നെ അവരതങ്ങ് പിന്നെ 3 പേര് ഞങ്ങൾ 3ഉം കൂടെ കൂടുമ്പോ അതൊരു നല്ലൊരു യൂണിറ്റി എന്നുള്ളൊരു ഇതിലേക്ക് മാറി. ഡിപ്പെൻസ് കുട്ടികളുടെ ഇമോഷൻസും നമ്മളുടെ ഇമോഷൻസും വെച്ചിട്ട് അതിന് പല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഓക്കെ, സോ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ കാര്യം പറയായിരുന്നു. 3 to 6 years. അപ്പൊ അൺകോൺഷ്യസ് മൈൻഡിൽ അവർക്ക് കിട്ടുന്ന ന്യൂട്രിയൻസിന്റെ റിസൾട്ട് തന്നെയാണ് ശരിക്കും കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോഴും വരുന്നത്. കുട്ടി അപ്പോഴും നോളജ് അബ്സോർബ് ചെയ്യുവാണ് അല്ലെ. 3 to 6 years ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. ചുറ്റും നടക്കണെ പറ്റിയും കാണുന്നതിനെ പറ്റിയും നമ്മളോട് കുറെ ഡൗട്ട്സ് ചോദിക്കും. കുറെ വൈ ക്വസ്റ്റ്യൻസ്, ഹൗ ക്വസ്റ്റ്യൻ, എന്താണ് അതങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ ആവണില്ല, അങ്ങനെ കുറെ സംസാരിക്കും. അതെല്ലാം ഇവരുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും.
ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ. പലപ്പോഴും കാണാം പാരന്റ്സ് ഈ ഒരു ഏജിൽ കുട്ടികളാകുമ്പോൾ ഭയങ്കര ക്ഷമയാകും പാരന്റ്സിന്. അവരെല്ലാം അവർക്കത് പറഞ്ഞു അവരുടേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുട്ടി കോൺഷ്യസ് എന്നുള്ള ലെവലിലേക്ക് വരികയാണ്. മെമ്മറി അഡ്വാൻസ്ഡ് ആയി, അവന്റെ ആ ഒരു വിൽ, ആ ഒരു സെൽഫ്, അവന്റെ മൈൻഡ് എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് ഇരിക്കുവാണ്, എല്ലാം കോൺഷ്യസ് ആയിട്ട് എടുക്കും. പിന്നെ മറിയ മോണ്ടിസോറി പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടികളുടെ മെയിൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്, അവർക്കൊരു ടൂള്, അവരുടെ മെയിൻ ടൂൾ എന്ന് പറയുന്നത് കൈ തന്നെയാണ്, ഹാൻഡാണ്. ഈ കൈ കൊണ്ടാണ് അവർ പല ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അപ്പൊ അവരുടെ മെന്റൽ ഡെവലപ്മെന്റിന്റെ ഒരു ടൂള്, ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് കൈയാണ്. യൂസിങ് ഹിസ് ഹാൻഡ്, ഇവിടെ ആ ഒരു സെന്റൻസേ വരുന്നുള്ളൂ. ബട്ട് എക്സാമിന് ഞാൻ ചോദിക്കാറുണ്ട്, അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി ദ മെയിൻ ഇൻസ്ട്രുമെന്റ് ഓഫ് എ ചൈൽഡ്. അത് അങ്ങനെ നമ്മളുടെ PDF ഇല്ല, ബട്ട് എവിടെയോ ഉണ്ട് അല്ലെ, ഹീസ് യൂസിങ് ഹിസ് ഹാൻഡ്. അപ്പൊ മൈൻഡിൽ ഡെവലപ്മെന്റ് വരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മള്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ 1-2 ക്വസ്റ്റ്യൻ അങ്ങനെ വന്നുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം PDF റിലേറ്റഡ്. പക്ഷെ ഇതിന് ഉണ്ട്, ഓൾ ടൈം കുട്ടി ഹാൻഡ് യൂസ് ചെയ്യുന്നു. ഹാൻഡും ടങ്കും അവരുടെ ഇന്റലിജൻസിന്റെ ലേക്കുള്ള ഒരു ആ ഒരു വാതിൽ എന്ന് തന്നെ പറയാം. അതിലേക്കുള്ള ഒരു എൻട്രി ആണ് യൂസിങ് ദിസ് ഹാൻഡ് ആൻഡ് ടങ്. അവിടെ ഹാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു മെറ്റീരിയൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് ഇങ്ങനെ കുറേ നേരം അവർ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. എന്ത് കിട്ടിയാലും കൈകൊണ്ട് എടുത്ത് നോക്കും, കുത്തി നോക്കും, മാന്തി നോക്കും ഒക്കെ ചെയ്യും. അങ്ങനെ ഇവരെ ഡെവലപ്പ് ചെയ്യുക, സെൽഫ് കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ് നമ്മൾ പറയുന്നത്. മീൻസ് ഓഫ് ഹാൻഡ് യൂസ് ചെയ്ത് തന്നെ. ഹി ലേൺസ് റൈറ്റിംഗ്, റീഡിങ് അല്ലെ, എഴുതാനും ഒക്കെ ചെയ്യുന്ന കൈ കൊണ്ട് തന്നെയല്ലേ വായിക്കാൻ തുടങ്ങും. അപ്പൊ റൈറ്റിംഗ് ആദ്യം വരും, എന്നിട്ടാണ് റീഡിങ്ങിലേക്ക് കുട്ടി പോകും. പിന്നെ പല ഫണ്ടമെന്റൽ ഐഡിയാസ് കിട്ടുന്നു, നമ്പേഴ്സ്. അതുകൊണ്ടാണ് മോണ്ടിസോറി എൻവയോൺമെന്റില് സെൻസോറിയൽ ഏരിയ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുവാണ്. അതിലെ സെൻസോറിയൽ ഏരിയയിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അത് പലതും കൈകൊണ്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് യൂസിങ് ഹാൻഡ്സ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇവർക്ക് ക്ഷീണമില്ലാതെ, ഫാറ്റിക്, ഈ ഒരു വിത്തൗട്ട് ടയേർഡ്നെസ്, ആ ഒരു ക്ഷീണമില്ലാതെ പല കാര്യങ്ങളും മനസ്സിലാക്കാനും എല്ലാം അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇവർക്ക് ശരിക്കും ഇവരുടെ സിമിലർലി നമ്മളിപ്പോ മൈൻഡിന്റെ കാര്യം പറഞ്ഞാലും കുട്ടിക്ക് വേണ്ടുന്ന ഭക്ഷണം എല്ലാം കറക്റ്റ് ചെല്ലണം. അപ്പോഴാണ് അവർക്ക് ആ എനർജി ഉണ്ടാവുള്ളൂ ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ. ഈ അങ്ങനെ എനർജിയോടുകൂടി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് ഇവരുടെ മൈൻഡ് ഡെവലപ്മെന്റ് ചെയ്യുള്ളൂ. നമ്മൾ പഠിച്ചില്ലേ, ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി അല്ലെ. ശരീരത്തിന് ന്യൂട്രിയൻസ് കിട്ടണം, മനസ്സിന് ന്യൂട്രിയൻസ് കിട്ടണം. അപ്പൊ ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് പീരീഡ് ആണ് നടക്കുന്നത്. അവിടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നു. കുട്ടിക്ക് അങ്ങനെ ഒരു എൻവയോൺമെന്റ് കിട്ടുന്നു. അവന് ഒറ്റയ്ക്ക് ഇരുന്ന ഒരു മെറ്റീരിയൽ വെച്ച് അവനിങ്ങനെ ആക്ടിവിറ്റി ചെയ്യാം വിത്ത് ഒബ്സർവേഷൻ ഓഫ് അസ്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. കാരണം പല ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ, ചില കാര്യങ്ങളെ പറ്റി അവെയർ അല്ല ആള്. കത്തി കുറിച്ചുള്ളതാണെന്നുള്ളത് അവർക്ക് അറിയില്ല, തീ കൊള്ളും എന്നുള്ളത് അവർക്ക് അറിയില്ല, പ്ലേറ്റ് ഗ്ലാസ് അതൊക്കെ താഴെ വീണ് പൊട്ടിയാൽ ഇവർക്ക് തന്നെ അപകടം ഉണ്ടാവും, അതെന്നറിയില്ല. സോ നമ്മളുടെ ഒബ്സർവേഷൻ അവിടെ വേണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ആ ഒരു ഇതൊക്കെ നടക്കുന്ന സമയത്ത് അപ്പൊ ഇവര് തന്നെ ഇരുന്ന് കളിക്കുമ്പോഴേക്കും ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ വരുന്നു. നമ്മൾ പഠിച്ചത് പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ അല്ലെ. അതാവുമ്പോ ഇവര് വേറെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ അവരുടെ ഒരു സ്പേസിൽ ഇരുന്ന് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അവരുടെ ഒരു ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു, അവരുടെ ഒരു ഓർഡർ ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് അവരുടെ ക്യാരക്ടർ അവിടെ ഫോം ചെയ്യുക. അവരുടെ ക്യാരക്ടർ, ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അവന്റെ തന്നെ താനെ ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ടൈമാണ്. വേറൊരു ഏജിൽ നിന്ന് അല്ല പറയുകയാണെങ്കിൽ ഈ ഒരു ഏജിലേ തന്നെ അത് കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ പോകുമ്പോൾ ഒരു സപ്പോർട്ട് വേണ്ടി വരുമായിരിക്കും. ബട്ട് നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ, അവന്റെ വിൽ പുറത്തേക്ക് വരാൻ, അവന്റെ ആ ഒരു ഇന്റലിജൻസ്, അവന്റെ ക്രിയേറ്റിവിറ്റി, അവന്റെ ഇമേജിനൊക്കെ തടസ്സപ്പെടുക ചെയ്യുന്നത്. അതിനൊക്കെ ഒരു തടസ്സം വന്ന പോലെയാകും. ബട്ട് നമ്മുടെ ഒബ്സർവേഷൻ വേണം. കാരണം നമുക്കറിയാം ചുറ്റുമുള്ള സറൗണ്ടിങ്സ് ചെയ്യുന്ന അവൻ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത കാര്യങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ പല കാര്യങ്ങളും. അങ്ങനെ പലതും അവൻ മനസ്സിലാക്കുന്നു.
കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, ലൈക്ക് വെയിറ്റ്, ഹൈറ്റ്, അങ്ങനെ ഉള്ളത് റിയൽ ആയിട്ടുള്ള പലതും അതാണ് എപ്പോഴും കുട്ടികളെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് മറിയാം മോണ്ടിസോറി പറയുന്നത്. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നു, ചൂട്, തണുപ്പ് എല്ലാം മനസ്സിലാക്കാൻ അവന് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും ഇച്ചിരി ചൂടുണ്ടെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുന്ന ചൂടാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളോട് പറയാം ഒന്ന് തൊട്ട് നോക്കൂ പറയുമ്പോൾ അവർ തൊട്ടിട്ട് അവർ പെട്ടെന്ന് കൈവലിക്കും. സോ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ്, നല്ല ചൂടിലിരിക്കണതിനെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇനി ആവി പോകുന്നു, തൊട്ടാ പൊള്ളെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടും, ആ ഒരു ഐഡിയ കിട്ടും അത് ചൂട് കൂടിയതാണ്. സോ അതുപോലുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് റിയൽ ആയിട്ട് മുന്നിൽ നടക്കുന്നത്. പിന്നെ ഐസ് ക്യൂബ് കയ്യിൽ വെച്ച് കൊടുക്കാം, നല്ല തണുപ്പാകുമ്പോൾ കൈ വലിക്കും അല്ലെ, ചെറിയ ടെൻഡർ അല്ല, ഭയങ്കര സോഫ്റ്റ് അല്ലേ കൈയൊക്കെ. അങ്ങനെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഒക്കെ അവരിൽ ഡെവലപ്പായി വരണമെങ്കിൽ നമ്മളായിട്ട് അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യരുത്. അതാണ് പറയുന്നത്, അവന്റെ ഓൺ പേസിൽ, ആ ഒരു ഓൺ സ്പീഡില് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ അലോ ചെയ്യണം. പിന്നെ ആ ഒരു ആക്ടിവിറ്റി അവനിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. സോ അവന്റെ ഗ്രോത്തും ഡെവലപ്മെന്റിനും ഇത് വളരെ നെസസറി ആണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായി പോകും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ. കുട്ടി ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് തന്നെ എടുത്ത് കുടിക്കുവാന്ന് വിചാരിച്ചു, വെള്ളം അവിടെ സ്പിൽ ഔട്ടായി, തന്നെ കുറെ പുറത്തു പോയി. ഷൗട്ട് ചെയ്ത് ചെല്ലുമ്പോഴേക്കും അതങ്ങനെ പേടിച്ചു പോകൂലേ. നമ്മള് കരുതുക, ഒരു തുണി വെള്ളം പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കയ്യിലാകും, 3-4 വയസ്സുണ്ടെങ്കിൽ നമുക്ക് ആ കൊച്ചു തുണി നല്ല വൃത്തിയുള്ളതായിരിക്കണം, തുണി കുഞ്ഞിന് കൊടുക്കുക, അതങ്ങ് തുടയ്ക്കാൻ പറയാ. ഹി വിൽ ഡെഫിനറ്റ്ലി എൻജോയ്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങുകയാണ് ക്ലീൻ ചെയ്യുന്നതിന്റെ രീതി, മോപ്പ് ചെയ്യുക. സോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മളുടെ കിച്ചൺ തന്നെ നല്ലൊരു പ്രാക്ടിക്കൽ ഏരിയ ആണ് കുട്ടികൾക്ക് വേണ്ടത്. മോണ്ടിസോറി മെത്തേഡിലെ ഒരു ഏരിയ ആണ് പ്രാക്ടിക്കൽ ഏരിയ. വി ക്യാൻ കണക്ട് ആൻഡ് റിലേറ്റ് വിത്ത് അവർ കിച്ചൺ. അപ്പൊ കിച്ചണിൽ ഇതുപോലെ പാത്രങ്ങൾ ഏജിനനുസരിച്ച് നമുക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഏൽപ്പിക്കാം, അവിടെ ഷെൽഫിൽ എവിടെയാണോ കൊണ്ടുവയ്ക്കുന്നതെന്ന് വെച്ചാൽ സ്പൂൺസ് ക്ലീൻ ചെയ്തതിന് ശേഷം കുട്ടിയെ ഏൽപ്പിക്കാം, എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്. നമ്മൾ ഡ്രൈ ആയിട്ടാണോ വയ്ക്കുന്നത്, അത് തുടയ്ക്കാനുള്ള ക്ലോത്ത് കൊച്ചിനെ ഏൽപ്പിക്കാം. സോ അതെല്ലാം തുടച്ച് വൃത്തിയാക്കും. പാത്രങ്ങൾ കഴുകണ ഏജാകുമ്പോഴേക്കും അതും ഏൽപ്പിക്കാമല്ലോ. ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കണ്ടെയ്നേഴ്സിലൊക്കെ ഇത് ഫില്ലാക്കി വെക്കണം. കടല, പരിപ്പ്, പയറ്, അങ്ങനത്തെ സാധനങ്ങൾ അതും കുട്ടി ഏൽപ്പിക്കാം. അപ്പൊ അതിനൊരു കോൺഫിഡൻസ് കൊടുക്കുക. കാരണം നല്ല വലിയൊരു ട്രേ കൊടുക്കണം. എന്നിട്ട് ട്രേയുടെ മുകളിൽ കണ്ടെയ്നർ വെക്കുക. കടല എന്തിനാണോ അത് കണ്ടെയ്നറിലേക്ക് ഇടുമ്പോൾ 1-2 കടലയൊക്കെ താഴെ പോകും. പക്ഷെ നല്ല നീറ്റ് ആയിട്ടുള്ള ട്രെയിലല്ലേ പോകുന്നത്, അത് പിക്ക് ചെയ്തിട്ട് കണ്ടെയ്നറിലേക്ക് ഇടുക. അപ്പൊ അവന്റെ കോൺഫിഡൻസ് കൂടും. പിന്നെ ഈ കുഞ്ഞു വിരല് വെച്ചിട്ട് ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും അവന്റെ ആ ഫൈൻ മോട്ടോർ സ്കിൽ കൂടും. അതേസമയം കടല താഴെ പോകുമ്പോൾ നമ്മൾ വഴക്ക് പറയുന്നു, ഷൗട്ട് ചെയ്യുന്നു, അതോടുകൂടി കുട്ടി അങ്ങോട്ട് ഡൗൺ ആവും അല്ലെ. ഇപ്പൊ 8ാം ക്ലാസ്സിലെ മോളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു പ്രായത്തിലും ഇത് കിട്ടുമ്പോഴേക്കും നെഗറ്റീവ് ന്യൂട്രിയൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരും അവന്റെ മനസ്സ്. അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടില്ലോ, കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡും അവിടെ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള യാത്രയും. സോ നമ്മൾ സെൽഫ് കൺസ്ട്രക്ഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇതിന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ട്. ഇപ്പൊ തരാത്തതിന് കാരണം ഫസ്റ്റ് ബാച്ചിന്റെ എക്സാം നടക്കുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യുവാണല്ലോ, ഒരു കൺഫ്യൂഷൻ. അതൊന്ന് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാ. അപ്പൊ അതും ഇതും കൂടെ കൺഫ്യൂഷൻ ആയി പോകണ്ട, ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ റീച്ചു ആണ്. റീച്ചുക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ ഓക്കെ സോ ഓക്കെ, താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? എനി ഡൗട്ട്സ്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ? മായയാണോ എന്നോട് എന്തോ ഒരു അസൈൻമെന്റ് അയച്ചിട്ട് എന്തോ ഡൗട്ട് ചോദിച്ചു. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ തിരക്കിലായതുകൊണ്ട് ഞാൻ പിന്നെ നോക്കാന്ന് പറഞ്ഞേ. മായയായിരുന്നു ചോദിച്ചു, ഏതോ ബാച്ചിലാരാന്ന് പറഞ്ഞില്ല. ഓക്കെ ഫൈൻ. സോ നമുക്ക് ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. കുട്ടി തന്നെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട അതിന് വേണ്ടിയിട്ട് അവന് കൊടുക്കേണ്ട ന്യൂട്രിയൻസ്, അതായിരുന്നു നമ്മൾ പറഞ്ഞത്. എല്ലാരും ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കും, പക്ഷെ മനസ്സിന് ന്യൂട്രിയൻസ് വേണമെന്നുള്ളത് നമ്മൾ മറന്നു പോകും പലപ്പോഴും. ശരിയാണോ? സോ സൈൻ ഔട്ട് ഉണ്ടോ? അസൈൻമെന്റ് ചെയ്ത് അയച്ചിട്ടില്ല, അപ്പൊ ഇനി ചെയ്ത് അയച്ചൂടെ? അയ്യോ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. പിന്നെ ആ റെക്കോർഡിൽ ചിത്രങ്ങൾ ഇങ്ങനെ വെട്ടി ഒട്ടിച്ചൂടെ? ആ ഒട്ടിക്കാം, വരയ്ക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി, താങ്ക് യു. റെക്കോർഡ് എഴുതുമ്പോ ജസ്റ്റ് പേജ് ഒക്കെ ഒന്ന് കൗണ്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ഇനി എക്സ്ട്രാ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, സ്പേസ് ഒക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ
ഇപ്പൊ കാൽക്കുലേഷൻ വേണം. അത്രേ ഉള്ളൂ. ഓക്കെ. സൈൻ ഔട്ട് ചെയ്യട്ടെ. യെസ് പ്ലീസ്. പരാജയങ്ങളും ദുരിതങ്ങളും ജീവിതത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ ഓർക്കുക, ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്യുമ്പോൾ അത് ആദ്യം പിന്നിലേക്ക് വലിച്ചാണ് മുന്നോട്ട് വിടുന്നത്. സൈൻ ഔട്ട് ബൈ രഞ്ജിനി. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am.